യുഎയിലെ കഠിനമായ വേനൽക്കാലം കനത്ത ചൂടും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും കൊണ്ട് മനുഷ്യ ശരീരത്തിന് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്കും കായിക താരങ്ങൾക്കും മാത്രമല്ല സാധാരണക്കാർക്കും ഈ സമയങ്ങളിൽ കടുത്ത ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സാധാരണമായ ഒരു ക്ഷീണം എന്ന നിലയിൽ തുടങ്ങി പെട്ടെന്ന് തന്നെ ജീവന് ഭീഷണിയാകുന്ന അവസ്ഥയിലേക്ക് മാറാൻ ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതത്തിന് സാധിക്കുമെന്ന് യുഎയിലെ പ്രമുഖ മെഡിക്കൽ വിദഗ്ധർ ഒരേ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. ശരീരത്തിന്റെ ആന്തരിക താപനില ക്രമീകരിക്കുന്ന സ്വാഭാവിക സംവിധാനം പൂർണ്ണമായി തകരാറിലാക്കുന്ന അവസ്ഥയാണിത്. ഇത് തലച്ചോറിനെയും മറ്റ് പ്രധാന ആന്തരിക അവയവങ്ങളെയും വളരെ വേഗത്തിൽ ബാധിക്കുകയും കൃത്യമായ സമയത്ത് ശരിയായ പരിചരണം ലഭിച്ചില്ലെങ്കിൽ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തെ കടുത്ത ചൂടിനെ വെറുമൊരു അസ്വസ്ഥതയായി കാണാതെ അതീവ ജാഗ്രതയോടെ സമീപിക്കേണ്ടതുണ്ട്. ചൂട് മൂലമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല, മറിച്ച് അവയൊരു പ്രത്യേക ശ്രേണിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങളെ പ്രധാനമായും ഹീറ്റ് എക്സോഷൻ എന്നും ഹീറ്റ് സ്ട്രോക്ക് എന്നും രണ്ട് ഘട്ടങ്ങളായി തിരിക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. തുടക്കത്തിൽ ഹീറ്റ് ക്രോംസ് അഥവാ പേശി വലിവായും പിന്നീട് ഹീറ്റ് എക്സോഷൻ അഥവാ കടുത്ത ചൂട് മൂലമുള്ള തളർച്ചയായും ഇത് മാറുന്നു. ഹീറ്റ് എക്സോഷൻ ഘട്ടത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് അമിതമായ വിയർപ്പുണ്ടാകുകയും കടുത്ത ദാഹം, തലകറക്കം, കടുത്ത ക്ഷീണം, പേശി വലിവ്, ഓക്കാനം, ചർമ്മം വിളറി വെളുക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ വ്യക്തിക്ക് പൂർണ്ണമായ ബോധമുണ്ടായിരിക്കും. എന്നാൽ ഈ ലക്ഷണങ്ങളെ അവഗണിക്കുകയോ കൃത്യമായ പരിചരണം നൽകാതിരിക്കുകയോ ചെയ്താൽ ഇത് ഹീറ്റ് സ്ട്രോക്ക് എന്ന ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് വഴിമാറും. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഹീറ്റ് സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ ശരീരത്തിന്റെ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുകയും ഇത് ആന്തരിക അവയവങ്ങളുടെ പൂർണ്ണമായ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ചെയ്യുന്നു. ഹീറ്റ് സ്ട്രോക്കിന്റെ ഏറ്റവും വലിയ വില്ലൻ അത് ശരീരത്തിൽ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നു എന്നതാണ്. വെറും 10-15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരാൾ ഹീറ്റ് സ്ട്രോക്കിന്റെ ഗുരുതരമായ പിടിയിലായേക്കാം. അമിതമായ ദാഹമോ വിയർപ്പോ അല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റമാണ് ഹീറ്റ് സ്ട്രോക്കിന്റെ ഏറ്റവും നിർണായകമായ ലക്ഷണമായി മെഡിക്കൽ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തതയില്ലാതെ സംസാരിക്കുക, ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ വരിക, പരസ്പര ബന്ധമില്ലാതെ പെരുമാറുക, പെട്ടെന്ന് ബോധരഹിതനാവുക അല്ലെങ്കിൽ അപസ്മാരത്തിന് സമാനമായ ലക്ഷണങ്ങൾ കാണിക്കുക എന്നിവയെല്ലാം ഹീറ്റ് സ്ട്രോക്കിന്റെ വ്യക്തമായ സൂചനകളാണ്. ചില സാഹചര്യങ്ങളിൽ ശരീരം വിയർക്കുന്നത് പൂർണ്ണമായി നിന്നുപോവുകയും ചർമ്മം കടുത്ത ചൂടോടെ വരണ്ടുണങ്ങിയ അവസ്ഥയിലാവുകയും ചെയ്യാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അത് സാധാരണ ക്ഷീണമാണെന്ന് കരുതി ഒട്ടും സമയം കളയരുത്. കാരണം ഓരോ നിമിഷവും ആ വ്യക്തിയുടെ ജീവൻ അപകടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യക്തിക്ക് ഹീറ്റ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ തന്നെ അടിയന്തര മെഡിക്കൽ സഹായം തേടണം. ആംബുലൻസ് വരുന്നത് വരെ കാത്തു നിൽക്കാതെ തന്നെ രോഗിക്ക് ആവശ്യമായ പ്രഥമ ശുശ്രൂഷകൾ നൽകാൻ ആരംഭിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട്. രോഗിയെ എത്രയും വേഗം നേരിട്ട് വെയിലടിക്കാത്ത തണലുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ AC ഉള്ള മുറിയിലേക്കോ മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ശരീരത്തിലുള്ള ഇറുകിയതോ അമിതമായതോ ആയ വസ്ത്രങ്ങൾ നീക്കം ചെയ്യണം. ശരീരം വേഗത്തിൽ തണുപ്പിക്കുന്നതിനായി തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി കഴുത്ത്, കക്ഷം, തുടയിടുക്കുകൾ തുടങ്ങിയ ഭാഗങ്ങളിൽ വെക്കണം. ഈ ഭാഗങ്ങളിൽ വലിയ രക്തക്കുഴലുകൾ ചർമ്മത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ ശരീരം വേഗത്തിൽ തണുക്കാൻ ഇത് സഹായിക്കും. സാധ്യമെങ്കിൽ തണുത്ത വെള്ളം ശരീരത്തിലേക്ക് സ്പ്രേ ചെയ്യുന്നതും ഫാനോ മറ്റോ ഉപയോഗിച്ച് കാറ്റേൽപ്പിക്കുന്നതും നല്ലതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, വ്യക്തി പൂർണ്ണമായി ബോധാവസ്ഥയിലല്ലെങ്കിലോ ആശയക്കുഴപ്പത്തിലാണെങ്കിലോ കുടിക്കാൻ വെള്ളമോ മറ്റ് പാനീയങ്ങളോ നൽകരുത്. ഇത് ശ്വാസനാളിയിൽ തടസ്സമുണ്ടാക്കി ശ്വാസം മുട്ടാൻ കാരണമാകും. രോഗി ശ്വാസം എടുക്കുന്നുണ്ടെങ്കിലും ബോധമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അവരെ സുരക്ഷിതമായി ഒരു വശത്തേക്ക് ചരിപ്പിച്ച് കിടത്തുന്ന റിക്കവറി പൊസിഷനിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അത് വരാതെ സൂക്ഷിക്കുന്നതാണ്. യുഎയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ തന്നെ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തി എല്ലാ വർഷവും ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള കാലയളവിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്ന രീതിയിലുള്ള പുറം ജോലികൾക്ക് യുഎഇ മന്ത്രാലയം കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമം കൃത്യമായി പാലിക്കുന്നത് വഴി ചൂട് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് പ്രകാരം സാധാരണക്കാരായ ജനങ്ങളും ഈ മുൻകരുതലുകൾ സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ദാഹം തോന്നുന്നതിനായി കാത്തു നിൽക്കാതെ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നത് ശീലമാക്കണം. കനം കുറഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിലെ ചൂട് ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കും. ഉച്ചസമയങ്ങളിൽ അനാവശ്യമായി വെയിലത്തിറങ്ങുന്നത് ഒഴിവാക്കുകയും കഠിനമായ ശാരീരിക അധ്വാനങ്ങൾ ആവശ്യമുള്ള ജോലികൾ പ്രഭാതത്തിലോ വൈകുന്നേരങ്ങളിലോ ഉള്ള തണുപ്പുള്ള സമയങ്ങളിലേക്ക് മാറ്റുകയും വേണം. പുറത്ത് ജോലി ചെയ്യുന്നവർ കൃത്യമായ ഇടവേളകളിൽ തണലുള്ള സ്ഥലങ്ങളിൽ വിശ്രമിക്കുകയും ശരീരത്തിലെ ലവണാംശം നിലനിർത്താൻ ഇലക്ട്രോലൈറ്റ് അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുകയും വേണം.
ഹീറ്റ് സ്ട്രോക്ക് എന്നത് വെറുമൊരു വേനൽക്കാല അസ്വസ്ഥതയല്ല, മറിച്ച് ജീവനെ തന്നെ നിമിഷങ്ങൾക്കകം അപഹരിക്കാൻ ശേഷിയുള്ള ഒരു മെഡിക്കൽ എമർജൻസിയാണ്. യുഎഇയിലെ കടുത്ത വേനൽ ദിനങ്ങളിൽ സ്വന്തം സുരക്ഷയോടൊപ്പം ചുറ്റുമുള്ളവരുടെ ആരോഗ്യ കാര്യങ്ങളിലും നാം അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പ്രകൃതിയുടെ ഈ കടുത്ത ഭാവത്തെ നേരിടാൻ കൃത്യമായ ആസൂത്രണവും ജാഗ്രതയും മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി. ചെറിയ ലക്ഷണങ്ങളെ പോലും അവഗണിക്കാതെ കൃത്യമായ സമയത്ത് ശരിയായ പ്രഥമ ശുശ്രൂഷ നൽകാനും വൈദ്യസഹായം ലഭ്യമാക്കാനും ഓരോരുത്തരും തയ്യാറാകണം. സുരക്ഷിതമായ ജീവിത ശൈലിയിലൂടെയും കൃത്യമായ മുൻകരുതലുകളുടെയും ഈ വേനൽക്കാലത്തെ നമുക്ക് ആരോഗ്യത്തോടെയും സുരക്ഷിതമായും മറികടക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.